ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വൈകിയതിന് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പേര് സവിത ജോസ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് കുഴിക്കാട്ട്ശ്ശേരി സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ്. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ കൃപാസനത്തിലെ ആരാധന യൂട്യൂബ് ചാനലിലൂടെ കൂടിയപ്പോൾ എൻ്റെ മകനെ ലഭിച്ച ഒരു അത്ഭുത രോഗശാന്തി വഴിയാണ് ഞങ്ങൾ ഇവിടേക്ക് വരാനിടയായത്. ഇവനിപ്പോൾ ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ഇത് ഏറ്റവും ഇളയ ആളാണ്. ഇവനിപ്പോൾ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ. ഇവൻ്റെ 2nd സ്റ്റാൻഡേർഡിലേക്ക് കടക്കുന്ന സമയത്ത് ഇവനൊരു വയറുവേദന വന്നു. ഭയങ്കര ശക്തിയായിട്ടുള്ള വയറുവേദനയായിരുന്നു. ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിൽ വയറ്റിൽ നിറച്ച് കഴലകളാണെന്നാണ് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് ഞങ്ങൾ ആകെ പേടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പേടിക്കണ്ട, ഇത് വയറുമേ എന്തെങ്കിലും ശക്തിയായിട്ട് അടിച്ച് കൊണ്ടിട്ടോ അല്ലെങ്കിൽ വയറടിച്ച് വീണിട്ടൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തിട്ടെന്ന് വെച്ചാൽ ഇവനൊരുവിധം വലുതാവുന്നത് വരെ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം, ഫുഡ് കൺട്രോൾ ചെയ്യണം. അതായത് ബേക്കറി പലഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ആവിയിൽ വേവിച്ച ഭക്ഷണ സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇറച്ചി കഴിക്കാൻ പാടില്ല. കട്ടിയിലുള്ള ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സിൽ ഓറഞ്ചും അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇവന് ഭയങ്കര ഇണത്തിലാണ് വേദന വന്നത്. ഇവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി 10 ദിവസം അഡ്മിറ്റാക്കി. 2 നേരം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവനെ ആരെങ്കിലും കാണാൻ വന്നാലോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വല്ല വിരുന്നുകാർ വന്നാലോ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊണ്ടുവന്നാൽ പോലും ഇവനത് ഒന്നും കഴിക്കാൻ പറ്റില്ല. കൊച്ചുകുട്ടികൾക്ക് ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ അത്ര വലിയ ഇഷ്ടമില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും ഇവന് മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചാലും ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരും. മിക്ക ദിവസവും സ്കൂൾ മുടങ്ങും. അപ്പോൾ ഞങ്ങൾ വേറൊരു ഡോക്ടറെ മാറി കാണിച്ചു. ആ ഡോക്ടർ ഇതുപോലെ തന്നെ പറഞ്ഞേ. അങ്ങനെ ഒരു ദിവസം ഒരു വിശേഷ ദിവസമായിരുന്നു. അപ്പോൾ വീട്ടിൽ കുറേ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇവനൊരു ദിവസം എൻ്റെ അടുത്ത് അടുക്കളയിൽ ആ നേരത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് മാത്രം എന്തിങ്ങനെ എപ്പോഴും വരണേ, എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ പലതവണ ഇവനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മോന് വേദന എടുത്തിട്ടല്ലേ, ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴുള്ള വേദനയല്ലേ, അതുകൊണ്ടല്ലേ മോനോട് മരുന്ന് ഇതൊന്നും കഴിക്കേണ്ടെന്ന് അമ്മ പറയണേന്ന്. പക്ഷെ അന്ന് എനിക്ക് പറയാൻ തോന്നിയത് ഇങ്ങനെയാണ്, എടാ നിനക്ക് ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നിനക്ക് ഈ വേദനയൊക്കെ തന്നെ. അപ്പോൾ നീ അത് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുക, അപ്പോൾ നിനക്കതൊരു പുണ്യമായി മാറും. അങ്ങനെ ഇവൻ ചെയ്തോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഇവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം, അപ്പോൾ മിക്ക ദിവസം സ്കൂൾ മുടങ്ങും. അങ്ങനെ ഒരു ദിവസം സ്കൂൾ മുടങ്ങി ഇവൻ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാനും ഇവനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിൽ ആരാധന വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൃപാസനത്തിലെ ആരാധനയായിരുന്നു. ഞാൻ ആരാധന കൂടിയിട്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായ കാരണം എനിക്ക് നല്ലോണം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. എനിക്ക് കരച്ചിൽ വന്നിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കണേ. അത് ഇവന് വേണ്ടി മാത്രമല്ല, പല കാര്യങ്ങൾക്കും കൂടി ഓർത്തിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണേ. അപ്പോൾ ഇവൻ അപ്പുറത്തെ റൂമിലായിരുന്നു. അപ്പോൾ ഇവൻ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ വയറുവേദന മാറിപ്പോയിട്ടാ, ഇനി എനിക്ക് വയറുവേദന വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കാര്യമാക്കില്ല, എന്തിട്ട് കൊച്ചു പറയണാവോന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ എൻ്റെ മടിയിൽ വന്നിരുന്നിട്ട് എൻ്റെ മുഖത്ത് വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ വയറുവേദന മാറിപ്പോയി, എനിക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കാര്യമാക്കില്ല. ആരാധന കൂടി കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു, എടാ നിനക്ക് എന്ത് തോന്നി ഇങ്ങനെ വയറുവേദന വരില്ല എന്ന്. അപ്പോൾ ഈ വേദനയുടെ പ്രത്യേകത, ഇത് ഒരു തവണ വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഇവൻ ആ നേരത്ത് കളിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ എനിക്ക് നടക്കുകയോ ആ നേരത്തൊക്കെ ആയിരിക്കും വേദന വരിക. അപ്പോൾ ഭയങ്കര ശക്തിയായിട്ട് വേദന വരും. ഇങ്ങനെ കൈ വയറുമ്പോൾ പൊത്തി പിടിച്ചിട്ട് വളഞ്ഞ് ഇവൻ കരയും. അത്ര വേദന ഇവന് വരാം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞേ, കണ്ടോളും, മോന് കുറച്ച് കഴിയുമ്പോൾ മോന് വേദന എടുത്തിട്ട് കരയണത് കാണാം. അപ്പോൾ ഇവൻ പറഞ്ഞു, അങ്ങനെയല്ല അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണ്ടായില്ലേ. ആ നേരത്ത് എനിക്ക് ഭയങ്കര ശക്തിയായിട്ട് വയറുവേദന വന്നു. അപ്പോൾ ഒരാൾ അവൻ കൈ ഇങ്ങനെ പിടിച്ചാണ്, ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തേക്ക് അവന് തലോടി കൊടുക്കണ പോലെ തോന്നിയെന്ന്. അപ്പോൾ ആദ്യത്തെ തലോടല്ല വേദനയുടെ ശക്തി ഇത്തിരി കുറഞ്ഞു. എന്നിട്ട് അങ്ങനെ ആരോ ഒരു 5-6 പ്രാവശ്യം വയറും ഇങ്ങനെ മോളിൽ നിന്ന് താഴ്ത്തേക്ക് തലോടി കൊടുക്കണ പോലെ അവന് തോന്നി. ഓരോ തലോടലിലും അവൻ്റെ വേദനയുടെ ശക്തി കുറഞ്ഞ് ലാസ്റ്റ് അവൻ്റെ വേദന മുഴുവനായിട്ട് മാറിപ്പോയി. ആ നേരത്താണ് അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞേ, അമ്മേൻ്റെ വയറുവേദന മാറിപ്പോയിന്ന്. അപ്പം ഞാൻ ആകെ ഭയങ്കര അത്ഭുതമായിപ്പോയി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് വൈകുന്നേരം വരെ ഈ വേദന വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈ വേദന വരുന്നില്ലെങ്കിൽ മോനമ്മ മരുന്നൊന്നും തരുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം വരെ അവന് വേദന വന്നില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ ഇനി ഒരു പണി ചെയ്യാം, മോനിനി അമ്മ ഡോക്ടറെ സ്ഥിരമായിട്ട് തരാൻ പറഞ്ഞാൽ മരുന്ന് തരുന്നില്ല. അതോടൊപ്പം മോന് ഡോക്ടർ എന്തൊക്കെ കഴിക്കരുതെന്ന് പറഞ്ഞാൽ മോന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അമ്മ തരാൻ പോവാണ് എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞാൻ ഇവന് എല്ലാ ഭക്ഷണവും കിടക്കാൻ തുടങ്ങി. ഇവന് മരുന്ന് കൊടുക്കൽ നിർത്തി. പക്ഷെ പിന്നെ ഇന്ന് വരെ അവന് ആ വേദന വന്നിട്ടില്ല. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവം. അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്.
പിന്നെ അതുപോലെ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു നിയോഗമുണ്ട്. അതായത് നമ്മളിവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഉടമ്പടിയിൽ നിയോഗം എഴുതി കൊടുക്കുമ്പോൾ 6 നിയോഗം എഴുതണത് പുറമെ നമ്മൾക്ക് എഴുതാൻ പറ്റാത്ത നമ്മുടെ ആഗ്രഹങ്ങളും കൂടി ഈശോ മാതാവും കൂടി സാധിച്ചിരുന്നു. അതുപോലത്തെ ഒരു കാര്യമാണ് ഞങ്ങളുടെ വീട് പണി. അപ്പം ഞങ്ങൾ വീട് പണിത് താമസിച്ചിട്ട് ഇപ്പോൾ 7 വർഷമായി. അപ്പോൾ താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ വീടിൻ്റെ മുകളിലെ നിലയിലും കൂടി റൂം എടുക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അവിടെ ചെന്ന് താമസിച്ചിട്ട് വേഗം തന്നെ റൂമിൻ്റെ പണി തുടങ്ങാമെന്നാണ്. പക്ഷെ അവിടെ വീട്ടിൽ താമസമായി 2 പ്രാവശ്യം ഞങ്ങൾ വീടിൻ്റെ മുകളിൽ പണിയാനായിട്ടുള്ള പൈസയൊക്കെ റെഡിയാക്കി, പ്ലാനൊക്കെ വരച്ചു, എല്ലാം റെഡിയാക്കി. പൈസ എല്ലാം റെഡിയായി കഴിയുമ്പോഴേക്കും ആ കാശിന് എന്തെങ്കിലും ഒരു ആവശ്യം വരും. അതായത് 5 ലക്ഷത്തിൻ്റെയും 4 ലക്ഷത്തിൻ്റെയും ഒക്കെ വലിയ ആവശ്യങ്ങളാണ് വരിക. ആ പൈസ അങ്ങോട്ട് തീർന്നു പോകും. പിന്നെ ഞങ്ങൾക്ക് വീട് പണിയുടെ കാര്യത്തിന് ഒരുങ്ങാൻ പോലും പേടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോൾ മുകളിൽ റൂം എടുക്കാൻ പറ്റണമെങ്കിൽ എടുക്കട്ടെ, അതുവരെ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണ പോലും ഇല്ല. അങ്ങനെ വിചാരിച്ചേ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന ആ സമയത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ യാദൃശ്ചികമായിട്ട് ഒരു ദിവസം ഞങ്ങളുടെ വീട് പണി ആരംഭിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇത് എങ്ങനെയാണെന്ന് എനിക്ക് ആരോട് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുമെന്ന് പോലും അറിയില്ല. അതായത് അടുത്ത ആഴ്ച വീടിൻ്റെ മുകളിൽ റൂം എടുക്കണം എന്ന് വിചാരിക്കുക. പക്ഷെ ഈ ആഴ്ച ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കണില്ല. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾക്ക് മുകളിൽ റൂം എടുക്കാൻ പറ്റണേ. അതും ഒരു റൂം എടുക്കാനാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പം ഒരു റൂം എടുക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അതും ഒരു റൂം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം കയ്യിലുള്ള കാശുകളൊക്കെ തീർന്നു പോയില്ലേ. അങ്ങനെ എഞ്ചിനീയർ വന്ന് പ്ലാൻ വരച്ചപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു, നിങ്ങൾ എന്തിനും മണ്ടത്തര കാണിക്കുന്നത്, നിങ്ങൾ 2 റൂം എടുക്കണതല്ലേ നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് നഷ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഈ ഒരു റൂം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു റൂം എടുത്ത് അതിൻ്റെ ജനലൊക്കെ നമ്മൾ വെക്കില്ലേ, ജനലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കല്ലൊക്കെ വെച്ചിട്ട് പണിയില്ലേ. അത്ര വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അടുത്ത റൂം പണിയണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ 2ാമത്തെ റൂം പണിതു. 2ാമത്തെ റൂം പണിതിട്ട് അത് 2ഉം വാർക്ക കഴിഞ്ഞു. 2 റൂം പണിത് വാർക്ക കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുന്നിൽ വേറെ 3ാമത്തെ റൂം വരെയാണ്. അങ്ങനെ 3 റൂമും പണിത് ഞങ്ങൾക്കപ്പോൾ ഓപ്പൺ ടെറസ് ഇല്ല. ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ മുഴുവൻ റൂമായി. അങ്ങനെ ആ വീടിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 തവണ വീടിൻ്റെ മുകളിൽ റൂം എടുക്കാൻ വേണ്ടി പൈസയും റെഡിയാക്കി, പ്ലാനും വരച്ച് എല്ലാം റെഡിയാക്കിയിട്ട് നടന്നില്ല. ആ പൈസ തീർന്നും പോയി. ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത്, ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത നേരത്ത് വീടിൻ്റെ മുകളിൽ പണി ചെയ്ത് നല്ല രീതിയിലുള്ളൊരു വീട് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മളിപ്പോൾ 1 റൂം ഈ വീടിന് വേണ്ടി മുകളിൽ പണിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല, ആരും വിശ്വസിക്കില്ല. നമ്മുടെ കൂടെ നിന്ന് ആരും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണ പോലെയല്ലേ നമുക്ക് തോന്നണേ. അപ്പോൾ ആൾ പറഞ്ഞു അതെ, അതായത് നമ്മൾക്ക് പണികൾ തീർന്നിട്ട് നമ്മുടെ കയ്യിലെ കാശ് തീർന്നു എന്ന് വിചാരിക്കണം. ആ നേരത്തായിരിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആരുടെയെങ്കിലും കാശ് ഞങ്ങൾക്ക് കിട്ടാം. എന്നിട്ട് ആ നമുക്ക് തരുന്ന ആൾക്ക് ആ കാശ് കൊടുത്ത് തീർക്കാനും ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ അടുത്തൊരു സാക്ഷ്യം. പിന്നെ പറയാനുള്ളത് എൻ്റെ മൂത്ത മോനാണ്. അവന് +1 നല്ല മാർക്കുണ്ടായിരുന്നു. +2 വന്നപ്പോൾ അവന് അത്ര വലിയ മാർക്കൊന്നുമില്ല. അവൻ പാസ്സാവുമെന്ന് പോലും ഞങ്ങൾക്ക് പേടിയായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവന് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിച്ചു. പിന്നെ അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവന് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതിനുവേണ്ടി IELTS പാസ്സാവാൻ വേണ്ടി ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ തവണ തന്നെ അവൻ IELTS പാസ്സായി. അതിന് വേണ്ടിയിട്ട് എൻ്റെ ചേട്ടൻ്റെ ചേച്ചിയും കൂടി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു IELTS പാസ്സാവാൻ. അങ്ങനെ അവൻ ഫസ്റ്റിലെ എക്സാമിൽ ആദ്യം തന്നെ എഴുതിയപ്പോൾ പാസ്സായി. പിന്നെ അവന് വിദേശത്ത് പോണതിന് ഒരുവിധ തടസ്സങ്ങളും ഉണ്ടായില്ല. ഇപ്പം ഈ ഏപ്രിൽ മാസത്തിലാണ് അവൻ ശരിക്കും പോകേണ്ടതായിരുന്നത്. പക്ഷേ അത് വളരെ അത്ഭുതകരമായിട്ട് ഡിസംബറിൽ തന്നെ അവൻ അങ്ങോട്ട് കാനഡയ്ക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ ഒരു ദിവസം ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് ചെയ്യണേ, എന്താ ഈ മോൻ്റെ പുറത്തേക്ക് പോകണ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഏപ്രിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെയല്ല, ഈശോ പറയുന്നുണ്ടല്ലോ 2-3 മാസത്തിനുള്ളിൽ അവന് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് പറയണ്ടല്ലോ എന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒക്ടോബർ 1-ാം തീയതി അവന് ഒരു ഓഫർ ലെറ്റർ വരികയാണ്. അത് അവൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ്. ഞങ്ങൾക്ക് അവന് ആ കോഴ്സ് കിട്ടുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ ആ കോഴ്സിലേക്ക് അവന് സീറ്റ് കിട്ടി, കോളേജിൽ സീറ്റ് കിട്ടി. അതുമാത്രമല്ല 20 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസും പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട പൈസയും അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായത്. അപ്പോൾ 20 ദിവസത്തിനുള്ളിൽ എങ്ങനെ ഇത്രയും പൈസ അടയ്ക്കാൻ പറ്റാമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ 17 ദിവസത്തിനുള്ളിൽ തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് ആ ഫീസ് അടയ്ക്കാൻ സാധിച്ചു. പിന്നെ അവൻ്റെ ഒരു കാര്യങ്ങൾക്കൊരു തടസ്സം ഉണ്ടായില്ല. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ അവന് ഡിസംബറിൽ തന്നെ ഈശോ പറഞ്ഞ പോലെ തന്നെ 3 മാസത്തിനുള്ളിൽ തന്നെ അവന് കാനഡയ്ക്ക് ചെല്ലാൻ സാധിച്ചു. പിന്നെ പറയാനുള്ളത് ഇവൻ പോണതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ ഒരുപാട് തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡിസംബറിൽ ഇവൻ പോണ സമയമായിട്ടും എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയിട്ടുണ്ടായില്ല.
അങ്ങനെ ജനുവരി 9 ഞാൻ വീട്ടിൽ ഇതേപോലെ തന്നെ ആരാധന വെച്ച് കൂടായിരുന്നു. ഞങ്ങൾക്ക് ആരാധനയെക്കൂടെയാണ് ഒട്ടുമിക്ക അനുഗ്രഹങ്ങളും കിട്ടിയാണ്. അപ്പോൾ ആരാധന വെച്ച് കൂടിയപ്പോൾ നമ്മുടെ ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, അതിൽ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണ ഒരാൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കിട്ടിയ അത്ഭുതത്തിനെ പറ്റി ഇങ്ങനെ വിവരിക്കണ്ടായി. അപ്പോൾ അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും മനസ്സിലാലോചിച്ചു, എനിക്കാണെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയ പോലുമില്ല. എന്നാലും ഞാൻ ഇങ്ങനെ മനസ്സിലിരുന്ന് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ടി വിയിൽ കാണുന്ന പോലെ ഇങ്ങനെ സ്ക്രീനിൽ നമ്മൾ സിനിമ കാണില്ലേ, അതേപോലെ ഇങ്ങനെ മനസ്സിൽ കാണാണ്. ആദ്യം 3 എന്നുള്ള ഒരു അക്ഷരം തെളിഞ്ഞു വന്നു, നല്ല കട്ടിയുള്ള ഒരു അക്ഷരം. ആ 3 അങ്ങോട്ട് കുറച്ച് നേരം 3 അങ്ങനെ നിന്നിട്ട് 3 എന്നുള്ള അക്ഷരം അങ്ങോട്ട് മാഞ്ഞു പോയിട്ട് 5 എന്നുള്ളൊരു അക്ഷരം തെളിഞ്ഞു വന്നു. നമ്മൾ തെർമോകോളോണ്ടൊക്കെ വെട്ടിയെടുത്തിട്ടുള്ള നല്ല കട്ടിയുള്ള അക്ഷരമല്ലേ, വൈറ്റ് കളറല്ല, ഗോൾഡൻ കളറിൽ. അപ്പം ഞാൻ ആലോചിച്ച്, അച്ഛനിങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴല്ലേ, ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ലേ എനിക്കിങ്ങനെ തോന്നിയേ. അപ്പോൾ ഇത് ഡേറ്റ് തന്നെയായിരിക്കും, 3-ാം തീയതിയോ 5-ാം തീയതിയോ ആയിരിക്കും. അപ്പം ഞാൻ അതന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആരാധനയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, ഇത് 3-ാം തീയതി, അടുത്ത മാസം 3-ാം തീയതി 5-ാം തീയതി ഞങ്ങൾക്ക് ലോൺ ശരിയാവുമായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയണേ, വേറെ ഒന്നിനല്ല. അതായത് നമുക്ക് ഈ ലോൺ ശരിയായി കഴിയുമ്പോൾ എനിക്ക് ലോൺ കിട്ടി കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ലല്ലോ, അത് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ മുന്നേ പറയുമ്പോഴല്ലേ സാക്ഷ്യത്തിന് ഒരു ഉറപ്പ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ച് പറഞ്ഞു, അതേ നമുക്ക് അടുത്ത മാസം ഫെബ്രുവരി 5-ാം തീയതിയോ അല്ലെങ്കിൽ 3-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് ലോൺ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, നിനക്ക് എന്ത് അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു കാര്യം തോന്നി, ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണ്, അത് സത്യമാണെന്ന് അറിയില്ല, എന്നാലും നമുക്ക് മാതാവ് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഫോണൊക്കെ വെച്ചു. പക്ഷേ എന്നിട്ട് ഞാൻ ഇവരോടൊക്കെ പിള്ളേരോടൊക്കെ പറഞ്ഞു കേട്ടോ. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോൺ വന്നേക്കണ്, ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞേക്കണ്, ഞങ്ങളുടെ വഴിയുടെ ആധാരത്തിൽ, അപ്പോൾ ആധാരമൊക്കെ ബാങ്കിലേക്ക് കൊടുക്കണമല്ലോ, വഴിയുടെ ആധാരത്തിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വക്കീൽ പറഞ്ഞേക്കണത് അത് പ്രശ്നമാണ്, അതുകൊണ്ട് അവർക്ക് അതൊന്നും ശരിയാവില്ല, ലോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് വക്കീൽ ബാങ്കിലേക്ക് പറഞ്ഞു. അതുകൊണ്ട് ബാങ്കുകാർ ഞങ്ങൾക്ക് ലോൺ തരില്ല എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞേക്കാണ്. അപ്പം ഞാൻ ദൈവമേ, അപ്പം ഇത് ഇത്തിരി നേരത്തെ എനിക്ക് എന്തൊരു തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞേ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് മാതാവ് തരും എന്ന് പറഞ്ഞ വഴി മൊത്തം തെറിയ പറഞ്ഞേ. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി, ദൈവം എന്നിട്ടാവോ. അപ്പോൾ ഞാൻ പറഞ്ഞേ, അല്ല എങ്ങനെയെങ്കിലും ലോൺ ശരിയാവും, മാതാവ് ശരിയാക്കി തരും. പിന്നെ നമ്മൾ ഈ ആധാരം മേടിച്ചോണ്ട് പുതിയ ബാങ്കിലേക്ക് കൊടുക്കണാവോ അതോ. അപ്പം അങ്ങനെയാണെങ്കിൽ കൊച്ചങ്ങോട്ട് പോയില്ലേ, ഓഫർ ലെറ്റർ ഇനി എങ്ങനെയാണ് കാണിക്കണേ. അത് മാത്രമല്ല അവന് സ്കൂൾ തുടങ്ങി, പിന്നെ ഇനിയെന്നൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒക്കെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുമ്പോൾ അന്ന് വൈകിട്ട് വേറൊരു കാര്യം ഉണ്ടായി മനസ്സിൽ പെട്ടെന്ന്. അപ്പം ഞങ്ങളൊരു വലിയ പറമ്പിൻ്റെ ഒരു ചെറിയ ഭാഗം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെയാണ് വീട് പണിതേക്കണേ. ആ പറമ്പിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ ആൾക്കാരും സ്ഥലം മേടിച്ചിട്ട് വീട് പണിതുണ്ട്. ഒരു വലിയ പറമ്പിൻ്റെ നടുക്കിൽ കൂടെ ഒരു വഴി, അപ്പുറത്തും ഇപ്പുറത്തും വീടുകൾ, അങ്ങനെയാണ് ഞങ്ങളുടെ വീട് ഇരിക്കണേ. അപ്പോൾ ആ വഴിയുടെ ആധാരത്തിലാണ് പ്രശ്നം എന്നാണ് വക്കീൽ പറഞ്ഞത്. അപ്പോൾ അന്ന് വൈകുന്നേരം ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയണ പോലെ തോന്നി, ആ വഴിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിട്ടിട്ട് പ്രാർത്ഥിക്കുക, അങ്ങനെ ആരോ പറയണ പോലെ തോന്നി. അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പെടുത്തിട്ട്, നമ്മുടെ ഉടമ്പടി ഉപ്പെടുത്തിട്ട് ആരും ചവിട്ടാത്ത ഭാഗത്ത് അരിഭാഗത്ത് അതിട്ടിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പോൾ ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോഴേക്കും പോയി ആധാരം മേടിച്ചു കൊണ്ടുവരണം, എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് വീട്ടിൽ ഹസ്ബൻഡ് പറയണേ. പിറ്റേ ദിവസം വേറൊരു അത്ഭുതം നടന്നു. അതായത് അപ്പോൾ ഞങ്ങൾ കുറേ വീട്ടുകാർ ആ പറമ്പിൽ താമസിക്കണം എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ് താമസിക്കുന്നത് ഒരു സ്കൂളിലെ ഹെഡ് മാഷാണ്. അപ്പോൾ മാഷ് ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട്. മാഷ് ലോൺ എടുത്തേക്കണത് ഞങ്ങൾ അപേക്ഷിച്ചാണ് ഈ ബാങ്കിൻ്റെ വേറൊരു ബ്രാഞ്ചിൽ നിന്ന് തന്നെയാണ്. അപ്പം മാഷിനുള്ള വഴിയുടെ ആധാരവും ആ പറമ്പിലുള്ള എല്ലാ ആളുകളുടെയും വഴിയുടെ ആധാരം ഒന്ന് തന്നെയാണ്. അവരൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്. അവർക്ക് ഈ ആധാരം കാണിച്ചിട്ട് ലോൺ എടുത്താണ്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, സ്കൂളിലെ ആ ഹെഡ് മാഷ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ഹെഡ് മാഷിൻ്റെ സ്കൂളിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഞങ്ങൾ ഈ ലോണിനെ അപേക്ഷിച്ചാണ് ആ ബാങ്കിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് ബാങ്കിൽ നിന്ന് 2 ജോലിക്കാർ അവരുടെ സ്കൂളിൽ എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് ചെല്ലാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ മാഷ് ഇങ്ങനെ ഞങ്ങളുടെ കാര്യം കൂടി പറഞ്ഞു. മാഷിനത് പറയേണ്ട ഒരു കാര്യമില്ല, പക്ഷെ മാതാവ് അത് പറയിപ്പിക്കേണ്ടതാവും. അപ്പോൾ അത് കേട്ട് ബാങ്കുകാർക്ക് തോന്നി ഇതിലെന്തോ കാര്യമുണ്ടെന്ന് തോന്നിയിട്ട് അവർ അവിടെ നിന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആൾ പറഞ്ഞു, ഇങ്ങനെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു പോയി, മോനിങ്ങനെ കാനഡയ്ക്ക് പോയി, ഇനി ഒറ്റ പൈസ ഇല്ല, ലോൺ കിട്ടാണ്ടൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കതൊരു പണി ചെയ്യാം, ഈ വക്കീലിനെ മാറ്റിയിട്ട് പുതിയ വക്കീലിനെ വെക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് 2 ദിവസത്തിനുള്ള പുതിയ വക്കീൽ വന്നു. അതൊരു ലേഡിയാണ്, മാഡം. അങ്ങനെ ഞാൻ മാഡത്തിനെ കാണാൻ ചെന്നപ്പോൾ എന്നോട് വക്കീൽ പറയണം, ഒട്ടും ടെൻഷൻ അടിക്കണ്ട, നല്ലോണം പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ഇടപെടലാണെന്ന്.
അങ്ങനെ കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ വരും, മാറിപ്പോവും. അങ്ങനെ ജനുവരിയിലുള്ള ഈ സംഭവങ്ങളൊക്കെ നടക്കണേ. അങ്ങനെ ഫെബ്രുവരി 3-ാം തീയതിയോ അല്ലെങ്കിൽ 5-ാം തീയതിയോ ലോൺ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ഉറപ്പിച്ചിരിക്കണേ. എനിക്ക് ഞാൻ കാണുന്നവരോടൊക്കെ പറയുന്നുണ്ട് ഈ കാര്യം. 3-ാം തീയതിക്ക് നോക്കിയിരുന്നിരുന്നു, 3-ാം തീയതി ഒന്നും നടക്കണില്ല. 5-ാം തീയതി 5-ാം തീയതി ഒന്നും നടക്കണില്ല. അവസാനം എന്നോട് എൻ്റെ ഹസ്ബൻഡ്, ആൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ഒരുപാട് കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ എന്തിനിങ്ങനെ നാണം കെടുത്ത്, ഞാൻ എല്ലാവരോടും പറഞ്ഞില്ലേ, എന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നതല്ലേ, അപ്പോൾ മാതാവ് ഇതെങ്ങനെയെങ്കിലും ശരിയാക്കും, ഞാൻ ഉറപ്പുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കില്ല, എന്നോട് ഇങ്ങനെ പറഞ്ഞേ, എല്ലാ മാസം ഉണ്ട് 3-ാം തീയതി 5-ാം തീയതി, ലോട്ടറി ടിക്കറ്റൊക്കെ നാളെ എന്ന് പറഞ്ഞ് പോണ പോലെ എല്ലാ മാസം ഉണ്ട് 3-ാം തീയതി 5-ാം തീയതി. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്, ശരിയല്ല, എല്ലാ മാസവും ഇല്ലേ 3-ാം തീയതി 5-ാം തീയതി, ഫെബ്രുവരി 3-5 എന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഏതെങ്കിലും ഒരു മാസം 3-ാം തീയതിയോ 5-ാം തീയതിയോ നമ്മുടെ ലോൺ എന്തായാലും ശരിയാവുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് വലിയ വലിയ തടസ്സങ്ങൾ വന്നു, ഒക്കെ മാറിപ്പോയി. അങ്ങനെ ഏപ്രിൽ മാസം അപ്പോൾ ഞങ്ങളുടെ ലോൺ ഒരു 3/4 ഭാഗം ശരിയായി, എല്ലാം ശരിയായി എന്ന് ഉറപ്പായി തുടങ്ങി. അങ്ങനെ 3-ാം തീയതി ആവാറായി. 3-ാം തീയതി നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല, ലോൺ അന്നത്തെ ദിവസം പൈസ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ മാതാവിനോട് പറയാൻ തുടങ്ങി, എനിക്ക് 5-ാം തീയതി എന്തായാലും പൈസ കിട്ടണം, എന്നാലല്ലേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ. 5-ാം തീയതി ഇനി ലോൺ കിട്ടണമെങ്കിൽ 5-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി കിട്ടിയാൽ മതി. അങ്ങനെ മാതാവിനോട് പറയാൻ തുടങ്ങി. അങ്ങനെ 3-ാം തീയതി കഴിഞ്ഞു, 4-ാം തീയതി മനസ്സിലായി 5-ാം തീയതി എന്തായാലും പൈസ കിട്ടുന്നത്. അങ്ങനെ ഈ മാസം ഏപ്രിൽ മാസം 5-ാം തീയതി ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിൻ്റെ പൈസ കിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായ മാതാവ് അന്ന് 3 എന്ന് പറഞ്ഞത് 3 ദിവസമല്ല, ജനുവരി 9-ാം തീയതിയാണ് ആരാധനയിൽ വെച്ചിട്ട്